ഈ വർഷത്തെ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന അർത്ഥം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജുകളെ പറ്റിയിട്ടാണ് പഠിക്കുക. നമുക്ക് ആദ്യം നമ്മൾ നോക്കുക ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ചില പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്കറിയാം. രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവാണ്, നെഗറ്റീവാണ് എന്നൊക്കെയുള്ള. അതേപോലെ ഇലക്ട്രിക് ചാർജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കും. രണ്ട് ചാർജുകൾ തമ്മിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയുന്നതാണ്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാവുക. രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ട് എങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ചാർജ് ഉണ്ട് എങ്കിൽ ആ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാവും. ചാർജിൻ്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഏതെങ്കിലും ഒരു കണ്ടക്ടറിലേക്ക് ഒരു ചാർജ് കൊടുത്താൽ ആ കണ്ടക്ടറിന് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാർജിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ്, ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ട് എങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഒരു കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുത്താൽ അതിൽ ഡെവലപ്പ് ആവുന്ന കപ്പാസിറ്റൻസ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഹെഡിൽ പഠിക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എങ്ങനെയാണ് ചാർജുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടേക്ക് എ ഗ്ലാസ് റോഡ് ആൻഡ് റബ് ഇറ്റ് വിത്ത് സിൽക്ക്. ഡ്യൂ ടു ഫ്രിക്ഷൻ, heat energy will be produced. This thermal energy will be absorbed by the electrons present in the glass rod and silk. The electrons from the glass rod will flow into the silk. ഒരു ഇലക്ട്രോണാണ് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോയത് എങ്കിൽ ഗ്ലാസ് റോഡിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. എത്ര ഇലക്ട്രോൺസ് ആണോ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോകുന്നത് അത്രയും പോസിറ്റീവ് ചാർജുകൾ ഗ്ലാസ് റോഡിനും കിട്ടും, അത്രയും നെഗറ്റീവ് ചാർജുകൾ സിൽക്കിനും കിട്ടും. ഈ രീതിയിൽ ഫ്രിക്ഷൻ വഴി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുക. ദ ചാർജസ് ഡെവലപ്ഡ് ഇൻ ദ ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് വിൽ ബി റിമൈനിങ് അറ്റ് റെസ്റ്റ്. ദേ വിൽ നോട്ട് ബി മൂവിങ്. സോ സച്ച് ചാർജസ് ആർ കോൾഡ് സ്റ്റാറ്റിക് ചാർജസ്. ഈ രീതിയിൽ നമുക്ക് ബോഡീസിൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നമുക്കറിയാം 2 ടൈപ്പ് ചാർജാണുള്ളത്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് E ആണ്, ഇതിൻ്റെ വാല്യൂ +1.6 × 10⁻⁻19 കുളുംബ്. നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്, അതിൻ്റെ വാല്യൂ വരിക -1.6 × 10⁻⁻19 കുളുംബ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയുന്നത് തന്നെയാണ്. 2 പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജോ റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവും നെഗറ്റീവ് ചാർജുമാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജസ് സ്കേലാറാണ്. സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദേ ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ ചാർജസ് ആർ സ്കേലാർ. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജാണ്. നമ്മൾ എനർജി കൺസർവേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അതേപോലെ തന്നെയാണ് ചാർജും. ചാർജസ് കൺസേർവ്ഡ് ആണ്. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് റോഡും സിൽക്കും നമ്മൾ റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടിയില്ലെന്ന്. നമ്മൾ ഗ്ലാസ്സിനെയും സിൽക്കിനെയും ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുക. റബ്ബ് ചെയ്യുന്നതിന് മുൻപേ ഗ്ലാസ്സിനും സിൽക്കിനും ചാർജില്ല. റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടി. ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 0. അപ്പോൾ അതിൻ്റെ അർത്ഥം യു കെ നോട്ട് ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് ചാർജസ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം the total charge is a constant.
അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? പെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുക. ഇനി അടുത്തതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിക്സഡ് എന്നാണ്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഒരു ബോഡിയുടെ ചാർജ് ഫിക്സഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്. ഇപ്പം നമ്മൾ ഗ്ലാസ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പം ഗ്ലാസ്സിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം ഗ്ലാസ്സിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ? 2 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിലോ ഗ്ലാസിൻ്റെ ചാർജ് +2e. 3 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിൽ ഗ്ലാസിൻ്റെ ചാർജ് +3e. 3.5 ഇലക്ട്രോൺ ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവോ? 3.25 ഇലക്ട്രോൺ ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവോ? പോവില്ല. അപ്പോൾ നമുക്ക് പറയാം ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുകയാണെങ്കിൽ Q = NE. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 എക്സെട്ര. N ഇൻറ്റിജറാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ആ ബോഡിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ +NE എന്നിടും. നെഗറ്റീവ് ചാർജാണ് കിട്ടണമെങ്കിൽ -NE എന്നിടും. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ. The charge on a body can be expressed as an integral multiple of the basic unit of charge small e, where Q equals ±NE, where N is an integer. അപ്പോൾ ഒരു ബോഡിക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇനി 6ാമത്തെ പ്രോപ്പർട്ടി ചാർജിൻ്റെ യൂണിറ്റാണ്. അത് കൂളുംബാണ്. C വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി 7ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് ഒരു ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. അതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൽ ഇവിടെ ഒരു ബ്രാസ് ഡിസ്ക് നിങ്ങൾക്ക് കാണാം. ഒരു കണ്ടക്റ്റിംഗ് റോഡിലൂടെ അറ്റത്ത് 2 ലീഫുകളുണ്ടാവും. അത് ഗോൾഡോണാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അതിന് ഗോൾഡ് ലീഫ് എന്ന് പറയുക. നമ്മൾ ചാർജുള്ളൊരു കണ്ടക്ടർ ഈ ഡിസ്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യിച്ചാൽ ഈ റോഡിലൂടെ ചാർജുകൾ ഫ്ലോ ചെയ്ത് ഈ ലീഫിനും കിട്ടും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡാണ് ഇവിടെ വെക്കുന്നത് കണ്ടക്ടറാണ് ഇവിടെ വെക്കുന്നത് എങ്കിൽ ഈ ലീഫിലും പോസിറ്റീവ് ചാർജ് കിട്ടും, ഈ ലീഫിലും പോസിറ്റീവ് ചാർജ് കിട്ടും. ആ 2 ലീഫും റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മളിവിടെ വെച്ച ആ കണ്ടക്ടറിന് ചാർജ് ഉണ്ടെന്ന്. ഈ രീതിയിൽ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അടുത്തത് ചാർജസിൻ്റെ അഡിറ്റീവ് നേച്ചറാണ്. ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് ചാർജസ് Q1, Q2, Q3 എക്സെട്ര at different regions, then the total charge of the system equals Q1 plus Q2 plus Q3. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ യു ചാർജ് എ ബോഡി. 3 രീതിയിൽ നമുക്കൊരു ബോഡിയെ ചാർജ് ചെയ്യാം. അതിൽ ആദ്യത്തത് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വഴി എങ്ങനെയാണ് ഒരു ബോഡിയെ ചാർജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. ഒരു ഗ്ലാസ് റോഡിനെ സിൽക്കുമായി റബ്ബ് ചെയ്യുമ്പം ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു, സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലാസ് റോഡും സിൽക്കും ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. 2ാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. 3ാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. കണ്ടക്ഷനിൽ നമ്മൾ 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. എന്നാൽ ഇൻഡക്ഷനിൽ 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ചാർജിങ് ബൈ കണ്ടക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് we are going to see how a body is charged positively by conduction. An uncharged metal sphere is kept on an insulated stand. The metal sphere contains equal number of electrons and positive charges. That is, it is electrically neutral. A positively charged aluminum plate
is brought in contact with the sphere. ശ്രദ്ധിക്കുക, രണ്ടും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. The electrons will flow from the metal sphere to the aluminum plate. Due to the loss of electrons, the metal sphere will have excess positive charges in it. That is, metal sphere will be positively charged. Now we will see how a body is charged negatively by conduction. A negatively charged plate is brought in contact with an uncharged metal sphere. The electrons will flow from the negatively charged plate to the metal sphere. The metal sphere now has excess electrons and becomes negatively charged. അടുത്തത് charging by induction. Consider a conductor AB. It is electrically neutral. എന്ന് പറഞ്ഞാൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. Bring a negative charged conductor നിയർ ദ കണ്ടക്ടർ എ ബി. ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ അടുത്തുകൊണ്ട് വെക്കുകയുള്ളൂ, ആ രണ്ട് കണ്ടക്ടേഴ്സും തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിലെന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ദ പോസിറ്റീവ് ചാർജസ് ഓഫ് ദ കണ്ടക്ടർ എ ബി മൂവ് ടുവേർഡ്സ് ദ സൈഡ് എ ആൻഡ് ദ നെഗറ്റീവ് ചാർജസ് ഓഫ് ദ കണ്ടക്ടർ എ ബി മൂവ് ടുവേർഡ്സ് ദ സൈഡ് ബി. ഇനി നമ്മൾ ആ കണ്ടക്ടർ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിലോ, നെഗറ്റീവ് ചാർജുള്ള കണ്ടക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ആ പഴയ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് നിൽക്കണ കാണാൻ പറ്റും. എൻ്റെ എയിലുള്ള ചാർജിനെ നമ്മൾ ബൗണ്ട് ചാർജ് എന്നും എൻ്റെ ബിയിലുള്ള ചാർജിനെ നമ്മൾ ഫ്രീ ചാർജ് എന്നുമാണ് പറയുക. ഇനി നമ്മൾ എൻ്റെ ബിയിനെ എർത്ത് ചെയ്യും. എർത്ത് ഈസ് ആൻ ഓഷൻ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസിനെ വാങ്ങാൻ വേണമെങ്കിലും അതുപോലെ എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനും എർത്തിന് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ ബിയിനെ എർത്ത് ചെയ്യുമ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ എൻ്റെ ബിയിലുള്ള ഇലക്ട്രോൺസ് ഭൂമിയിലേക്ക് ഒഴുകും. നൗ ദ എർത്തിങ് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ നെഗറ്റീവ് ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ടേക്കൺ അവേ. ഇപ്പം എൻ്റെ എയിൽ കൂടി നിൽക്കുന്ന പോസിറ്റീവ് ചാർജുകൾ ആ കണ്ടക്ടർ എ ബിയിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. നൗ വി ഹാവ് ചാർജ്ഡ് ദ കണ്ടക്ടർ എ ബി പോസിറ്റീവ്ലി. Next, we are going to see how a conductor AB can be charged negatively by induction. The conductor contains an equal number of protons and neutrons. It is electrically neutral. For that, bring a positively charged conductor near the conductor AB. The electrons of the conductor AB will move towards the end A and the positive charges of the conductor AB will be repelled towards the end B. Now B is earthed. The negative charges of earth will flow towards the end B and neutralize the positive charges at end B. Now earthing is removed and the positively charged conductor is taken away. പോസിറ്റീവ് ചാർജ് കണ്ടക്ടർ അവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എയിൽ കൂടി നിൽക്കുന്ന നെഗറ്റീവ് ചാർജുകൾ കണ്ടക്ടർ എ ബിയിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. നൗ വി ഹാവ് ചാർജ്ഡ് ദ കണ്ടക്ടർ എ ബി നെഗറ്റീവ്ലി. ചാർജിങ്ങുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളൂടി പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പം ഏതിനാണ് പോസിറ്റീവ് ചാർജ് ഏതിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കുമാണ് റബ്ബ് ചെയ്തത് എങ്കിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും. ഫേറും എബണൈറ്റുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഫേർ എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ്, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ വൂളും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ വൂളിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അതുപോലെ ഡ്രൈ ഹെയറും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അടുത്തതൊരു ക്വസ്റ്റ്യനാണ്. വെഹിക്കിൾസ് ക്യാരിയിങ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് യൂഷ്വലി ഹാവ് മെറ്റൽ റോപ്സ് ടച്ചിങ് ദ ഗ്രൗണ്ട്, വൈ? അതുപോലെ തന്നെ വേറെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ ടയർ ഓഫ് എയർക്രാഫ്റ്റ് ആർ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ്, വൈ? ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളിലൊക്കെ ലോറികളിൽ നിന്ന് ഭൂമിയിലേക്ക് തട്ടിക്കൊണ്ട് ചങ്ങല തൂങ്ങിക്കിടക്കുന്ന നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്രിക്ഷൻ വഴി ആ വാഹനത്തിൻ്റെ ബോഡിയിൽ ചാർജ് ഡെവലപ്പ് ചെയ്യും.
സ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്താൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാർജുകളെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ് ലോറികളിൽ മെറ്റൽ റോപ്പ് ഭൂമിയുമായി തട്ടിച്ച് ഇടുന്നത്. അതേ കാരണം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും. എയർക്രാഫ്റ്റ് ഭൂമി ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഭൂമിയുമായി കോണ്ടാക്റ്റിലാവുമ്പം ഫ്രിക്ഷൻ കാരണം ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ടയർ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ അത് ഭൂമിയിലേക്ക് ഫ്ലോ ചെയ്ത് പോകും. അതുകൊണ്ടാണ് എയർക്രാഫ്റ്റിൻ്റെ ടയർ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആക്കുന്നത്. അടുത്ത ചോദ്യം, എ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് ഈസ് ബ്രോട്ട് നിയർ ടു അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയേഴ്സ് ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്താൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് കോണ്ടാക്റ്റിലുള്ള ചാർജ് ഇല്ലാത്ത രണ്ട് മെറ്റൽ സ്ഫിയറുമായിട്ട് അടുത്ത് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഈ മെറ്റൽ സ്ഫിയർ രണ്ട് മെറ്റൽ സ്ഫിയറുകൾ ഒരൊറ്റ സ്ഫിയർ പോലെ ആക്ട് ചെയ്യും കോണ്ടാക്റ്റിലായതുകൊണ്ട്. ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് ചാർജുകളെ ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും, ഇതിലുള്ള നെഗറ്റീവ് ചാർജുകളെ ഈ അറ്റത്തേക്ക് അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് അത് ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ ദ സ്ഫിയേഴ്സ് ആർ സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ്. സ്ഫിയേഴ്സ് ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്താലും ഈ പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡിൻ്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ചാർജ് ഈ അറ്റത്തും നിൽക്കും, പോസിറ്റീവ് ചാർജ് രണ്ടാമത്തെ സ്ഫിയറിൻ്റെ ഈ അറ്റത്തും നിൽക്കും. അടുത്ത ചോദ്യം, ഗ്ലാസ് റോഡ് ഈസ് റിമൂവ്ഡ്. ഗ്ലാസ് റോഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. ഇതിൻ്റെ ഇഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ നെഗറ്റീവ് ഈ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഈ അറ്റത്തേക്കും വരും, ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഈ അറ്റത്തേക്കും വരും. When the glass rod is removed, the negative and positive charges are displaced such that they faces each other. എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, the spheres are separated far apart. ഇങ്ങനെ അടുത്ത് വെച്ച സ്പിയർ നമ്മൾ ദൂരേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇഫക്റ്റോ ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള ഇങ്ങനെ നിൽക്കുന്ന നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അതുപോലെ ഇതിൽ ഡെവലപ്പ് ചെയ്ത പോസിറ്റീവ് ചാർജുകൾ, ഇവിടെ നിന്നിരുന്ന പോസിറ്റീവ് ചാർജുകൾ അത് യൂണിഫോം ആയിട്ട് ഈ സ്പിയറിലും സ്പ്രെഡ് ചെയ്യും. ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് കൂളുംസ് ലോ. നമ്മൾ ചാർജസിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് തുടക്കത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സ്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റി പറയാൻ പോവാണ്. രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ നമ്മളെ സഹായിക്കുന്നത് കൂളുംസ് ലോ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ചാർജ്. എന്താണ് പോയിൻ്റ് ചാർജ്? രണ്ട് ചാർജുകളുടെയും സൈസ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ വളരെ കുറവാണ് എങ്കിൽ നമ്മൾ ആ ചാർജിനെ പോയിൻ്റ് ചാർജ് എന്നാണ് പറയാം. അപ്പോൾ കൂളുംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രണ്ട് ചാർജ് കൺസിഡർ ചെയ്യുക. ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2, രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ കൂളുംസ് ലോ പറയുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻ്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മളിപ്പോൾ വാക്വത്തിലാണ് ചാർജ് വെച്ചത് എങ്കിൽ F എയർ ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 R². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് K അവിടെ ഇട്ടു. Kക്ക് പറയുക പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ്. അതിൻ്റെ വാല്യൂ 1/4πε0. ε0ക്ക് പറയുക പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. നമ്മൾ ചാർജ് വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അതുകൊണ്ട് ε0 ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ε0ൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 കൂളംബ് സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 1/4πε0 Q1 Q2 R². ഇതിൽ ε0ൻ്റെയും പൈൻ്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 9 × 10⁻⁹ Q1 Q2 R². അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ചാർജ് Q1ഉം Q2ഉം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 6ഉം അറിയാമെങ്കിൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് വാക്വത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൂളംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബാണെന്ന്. സോ നമ്മൾ ഫസ്റ്റായിട്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ 1 കൂളും. നമ്മൾ ഇക്വേഷൻ നോക്കുക. F equals 1/4πε0 Q1 Q2 by R². എല്ലാ ടേംസും 1 ആക്കുക. Q1 equals 1 കുളുംബ്, Q2 equals 1 കുളുംബ്, R is equal to 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ വരിക ഫോഴ്സ് ഇൻ എയർ. വാല്യൂ ഒക്കെ കൊടുത്ത് നമുക്ക് കിട്ടുക ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 9 × 10⁹ ന്യൂട്ടൺ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ 1 കുളുംബിനെ ഡിഫൈൻ ചെയ്യുക. 1 കുളുംബ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം എ സിമിലർ ചാർജ് in air repels with a force of 9 × 10⁹ ന്യൂട്ടൺ. ഒരു കുളുംബ് ചാർജ് എന്ന് പറഞ്ഞാൽ വേറൊരു 1 കുളുംബ് ചാർജിൽ നിന്നും 1 മീറ്റർ അകലെ എയറിൽ വെച്ചാൽ അവ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ മില്ലി കുളുംബ് ചോദിക്കാറുണ്ട്. 1 mc അതിനെ കൺവേർട്ട് ചെയ്താൽ 10⁻³ കുളുംബ് എന്നാണ് കിട്ടുക. മൈക്രോ നമ്മൾ മ്യൂ എന്നാണ് എഴുതുക. 1 മൈക്രോ കുളുംബ് ഈക്വൽസ് 10⁻⁶ കുളുംബ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുളുംബിനെ ഡിഫൈൻ ചെയ്യാം. കുളുംബിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് കറൻറ്റ് I is equal to Q/T. അപ്പോൾ അതിൽ നമുക്ക് ചാർജ് Q is equal to I × T. ടേംസൊക്കെ 1 ആക്കുക. I is equal to 1 ആംപിയർ ആൻഡ് T is equal to 1 സെക്കൻഡ്, ദെൻ Q is equal to 1 കുളും. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ 1 ആംപിയർ കറൻറ്റാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ ആ കണ്ടക്ടറിലെ ചാർജ് 1 കുളുംബാണ്. ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് 1 കുളും ഇഫ് 1 ആംപിയർ കറൻറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഇനി കുളുംബ്സ് ലോൻ്റെ വെക്റ്റർ ഫോമാണ്. കുളുംബ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുളുംബ്സ് ഫോഴ്സിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ 2 ചാർജ് കൺസിഡർ ചെയ്യുക, Q1 Q2. Q1 നിന്ന് Q2 നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ R12 എന്ന് കൊടുക്കും. അതല്ല Q2 നിന്ന് Q1 ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ R21 കൊടുക്കും. ആദ്യം നമ്മൾ ഫോഴ്സ് ഓൺ Q1 കാണാൻ പോവാണ്. ഫോഴ്സ് ഓൺ Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ? രണ്ടാമത്തെ ചാർജാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ ദ Q1 ഡ്യൂ ടു ദ ചാർജ് Q2. വെക്റ്റർ ക്വാണ്ടിറ്റി ഇടണം. അപ്പോൾ Q1ൻ്റെ മുകളിലുള്ള ചാർജ് Q2 കാരണം ഈക്വൽസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ നമ്മൾ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ Q2 Q1നെ ഇങ്ങോട്ടേക്കാതല്ല, Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ Q2 നിന്ന് Q1 ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യുക. R21 the whole square. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ചാർജ് Q2 എന്ന് പറഞ്ഞാൽ F12 ഈക്വൽസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ Q2 നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ, R21 the whole square. ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയും ഈ ഭാഗത്ത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് വെക്റ്റർ ആണെങ്കിൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും വെക്റ്റർ ആവണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ എഴുതും. യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കണം. ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? Q1 എങ്ങോട്ടാണ് പോവുക? Q2 പോസിറ്റീവ്, Q1 പോസിറ്റീവ്. അപ്പോൾ Q2 Q1നെ ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. R21 എന്നുള്ള യൂണിറ്റ് വെക്റ്ററിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക, ഫോഴ്സ് ഓൺ Q1 F12 ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ R21 സ്ക്വയർ യൂണിറ്റ് വെക്റ്റർ R21. അതുപോലെ ഫോഴ്സ് ഓൺ Q2ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം Q1 ആണ്. Q1 Q2നെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 F21 ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ Q1 Q2നെ റൈറ്റിലേക്കാണ് തള്ളുക. അപ്പോൾ ഡിസ്റ്റൻസ് റൈറ്റിലേക്കാണ് മെഷർ ചെയ്യേണ്ടത്, R12. ഇതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടി യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യൂണിറ്റ് വെക്റ്റർ R12. ഈ രീതിയിലാണ് നമ്മൾ കൂളംസ് ലോനെ വെക്റ്റർ ഫോമിൽ റിപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ യൂണിറ്റ് വെക്റ്റർ R21 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് R12. ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് രണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് F12 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് പറയാം. അതായത് Q1 Q2ൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും
Q2 Q1ന് മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോക്ക് ഈക്വലൻ്റ് ആണ് കൂളംസ് ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കുളുംബ്. ഒരു കുളുമ്പിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചാർജ് Q തന്നിട്ടുണ്ട്. Qന് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. Q = Ne. അപ്പോൾ N = Q/E എന്ന് വരിക. Qൻ്റെ വാല്യൂ 1 കുളുംബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Eൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക 0.625 × 10⁻19 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളുംബ് ചാർജിൽ ഇത്രയും ഇലക്ട്രോൺസ് 10⁻19 കണ്ടില്ല, ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി അടുത്തത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കാണാനുള്ള ഫോർമുല കൂളംസ് ലോ ആണ്. 1/4πε0. പ്രോട്ടോണിൻ്റെ ചാർജ് E, ഇലക്ട്രോണിൻ്റെ ചാർജ് E, ഡിസ്റ്റൻസ് r². ഇനി പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാൻ G × മാസ് ഓഫ് ഇലക്ട്രോൺ × മാസ് ഓഫ് പ്രോട്ടോൺ / r². വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇലക്ട്രോണിൻ്റെ ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് പ്രോട്ടോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r² കട്ടായി പോകും. അത് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2.4 × 10⁻39 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫോഴ്സ് ഈസ് 10⁻39 ടൈംസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് 2.4 × 10⁻39 ടൈംസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ശക്തി കൂടിയതാണ്. അടുത്ത നമ്മൾ കൂളംസ് ഫോഴ്സ് ഒരു മീഡിയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്ന ചാർജ് Q1ഉം Q2ഉം ഒരു മീഡിയത്തിൽ വെക്കുക. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ എപ്സിലൺ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2/r². നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. നേരത്തെ നമ്മൾ വാക്വത്തിലുള്ള അല്ലെങ്കിൽ എയറിലുള്ള ഫോഴ്സ് എഴുതിയതാണ്. നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് F_air/F മീഡിയം ഈക്വൽസ് ε/ε0 എന്നാണ് വരിക. ഈ റേഷ്യോ നോക്കുക. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുക. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഐദർ εr ഓർ K. അപ്പോൾ നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോണിനെ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽസ് ε0 × K. എപ്സിലോൺ ഈക്വൽസ് ε0 × K. അത് നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഈ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? F മീഡിയം ഇസ് ഈക്വൽ ടു 1/4πε0 K Q1 Q2/r². ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എൻ്റെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻12. K എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. ഫോർ എക്സാമ്പിൾ വെള്ളത്തിന് Kൻ്റെ വാല്യൂ വരെ, വാട്ടറിന് Kൻ്റെ വാല്യൂ വരെ 80 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 3 ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഇൻ എ മീഡിയം if the dielectric constant K of the medium is given. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലൺ, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണാൻ പോവാണ്. അതിന് എപ്സിലൻ്റെ ഫോർമുല എഴുതുന്നു 1/4πF Q1 Q2/r². Qൻ്റെ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 80 ആണ്. ഫോഴ്സിൻ്റെത് mL/T⁻². ഡിസ്റ്റൻസിൻ്റെത് L². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക m⁻⁻1 L⁻⁻3 T⁻⁴ I⁻². So in this manner you can find the dimensional formula for epsilon. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് K എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കണ്ടക്ടർ ആണെങ്കിൽ Kൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സിനാണ് K മാക്സിമം വാല്യൂ ഉണ്ടാവുക ഇൻഫിനിറ്റി. ഒരു വാക്വത്തിൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്? നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മതി. ഈ K അവിടെ അല്ലെങ്കിൽ ഇത് ഫ്രീ സ്പേസ് ആയി അല്ലേ, K വരുമ്പോൾ മീഡിയം ആയി. അപ്പോൾ Kൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ K = 1, ദിസ് ബിക്കംസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീ സ്പേസ്. അപ്പോൾ ഒരു ഫ്രീ സ്പേസിൻ്റെ കേസിൽ Kൻ്റെ വാല്യൂ അല്ലെങ്കിൽ εrൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മിനിമം വാല്യൂ ഫോർ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് 1, ദാറ്റ് ഈസ് ഇൻ വാക്വം. മാക്സിമം വാല്യൂ ഈസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഫോർ കണ്ടക്ടേഴ്സ്.
ഇനി നമ്മൾ കുളംസ് ഫോഴ്സ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുളംസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പറ്റും നമുക്ക്. 2ൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ മൾട്ടിപ്പിൾ ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് കാണുക? അതിന് നമ്മളെ സഹായിക്കുന്ന തിയറമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾ 2 ചാർജ് കൺസിഡർ ചെയ്യുക. ഒറിജിനിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു ചാർജ് ഒറിജിനിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു ചാർജ് Q1, ഇവിടെ എഴുതാം, അത് R1. പിന്നെ ഒറിജിനിൽ നിന്നും R2 ഡിസ്റ്റൻസ് അകലെയായിട്ട് വേറൊരു ചാർജ് Q2. ഇപ്പോൾ Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ Q1ൽ നിന്ന് Q2ലേക്കാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ R12 എന്ന് കൊടുക്കും വെക്റ്റർ. Q2വിൽ നിന്ന് Q1ലേക്കാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് R21 എന്ന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ 2 ചാർജ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2? Q1ൻ്റെ മുകളിൽ Q2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? നമ്മളുടെ ഫോർമുല എഴുതിയിട്ടുണ്ട്. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 1/4πε0. Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക, റൈറ്റ് സൈഡിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് എഴുതുമ്പം R21 അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, യൂണിറ്റ് വെക്ടർ R21. വി ക്യാൻ സേ F12 ഈക്വൽസ് 1/4πε0 Q1 Q2 by R21² into യൂണിറ്റ് വെക്ടർ R21. ദിസ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2. ഇനി നമ്മൾ വേറെ 2 ചാർജും കൂടി കൺസിഡർ ചെയ്യാം. Q3 എന്നൊരു ചാർജും ഉണ്ട്, Q4 എന്നുള്ളൊരു ചാർജും ഉണ്ട്. Q3 Q1ൽ നിന്നും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ R31 ഡിസ്റ്റൻസ് അകലെയാണ്. Q4 Q1ൽ നിന്നും R41 ഡിസ്റ്റൻസും അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 4 ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2? ഈ 4 ചാർജ് ഉണ്ടെങ്കിലും Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് എന്തുതന്നെയായിരിക്കും? ഇതന്നെയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ നമുക്ക് ഇതിൽ സ്റ്റേറ്റ് ചെയ്യാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. ഏതെങ്കിലും 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ബാക്കി വേറെ ചാർജുകൾ ഉണ്ടെങ്കിലും ആ ഫോഴ്സിനെ ഈ ചാർജുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ് ഓൺ Q1. Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, ബാക്കി ചാർജുകളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം Q2 കാരണം Q1ൻ്റെ മുകളിലുള്ള ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2 F12. Q3 കാരണവും Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, Q1നെ അങ്ങോട്ട് തള്ളും Q3, അത് F13. Q4 കാരണം Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും F14. അപ്പോൾ നമുക്ക് പറയാം ദ നെറ്റ് ഫോഴ്സ് ഓൺ Q1 ഈക്വൽസ് F12 പ്ലസ് F13 പ്ലസ് F14. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വേറൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. ദ ടോട്ടൽ ഫോഴ്സ് ഓൺ എ പോയിൻ്റ് ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഓൺ ദാറ്റ് പോയിൻ്റ് ചാർജ് ബൈ ദ അതർ ചാർജസ്. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്ക് 2 രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ഒന്ന്, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അല്ലെങ്കിൽ നമുക്കിത് ഈ ഇക്വേഷൻ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യാം. ദ ടോട്ടൽ ഫോഴ്സ് ഓൺ എ പോയിൻ്റ് ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈക്വൽസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് F12, F13, F14 എക്സെട്ര എക്സേർട്ടഡ് ഓൺ ദ പോയിൻ്റ് ചാർജ് ബൈ അതർ ചാർജസ്. ഈ രീതിയിൽ മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ.